195/60 R60 tires. $55,000 അത് നല്ല കൂടുതലാണല്ലോ. ഫോർച്യൂണർ ഇതൊക്കെ സെയിം സെഗ്മെന്റ് വരുന്നില്ലേ? ഇതിപ്പോ നമ്മള് ടർബോ വേരിയന്റ് അല്ലേ ഫ്രോങ്സിന്റെ? ടർബോ വേരിയന്റ് ഫുൾ ഓപ്ഷൻ. ഓക്കെ, എങ്ങനെ വേരിയൻസ് എങ്ങനെയാ വരുന്നത്? വേരിയൻസ് മൊത്തം 5 വേരിയന്റാ വരുന്നത്. സിഗ്മ, ഡെൽറ്റ, ഡെൽറ്റ പ്ലസ്, തീറ്റ, ആൽഫ. ഓക്കെ, 2 എഞ്ചിൻ ഓപ്ഷൻ ആണ് വരുന്നത്. നമുക്ക് സിഗ്മ, ഡെൽറ്റ, ഡെൽറ്റ പ്ലസ് വരെ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, ഡെൽറ്റ പ്ലസ് തൊട്ട് നമുക്ക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്നുണ്ട്. അതായത് ഡെൽറ്റ പ്ലസ്, തീറ്റ, ആൽഫ, അങ്ങനെ ഡെൽറ്റ പ്ലസ്, തീറ്റ, ആൽഫ. ഓക്കെ, ആൽഫ ടോപ്പ് എൻഡ് അല്ലേ? ആൽഫ ടോപ്പ് എൻഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 894 തൊട്ടാണ്. ഓക്കെ, അത് സിഗ്മ വേരിയന്റ്. എക്സ് ഷോറൂം ആണോ ഓൺ റോഡ് ആണോ? ഓൺ റോഡ്. അത് സിഗ്മ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ് വരുമ്പോൾ 995 വരും. ഓക്കെ, അത് ഡെൽറ്റ പ്ലസ് വേരിയന്റ് വരുമ്പോൾ 1042. പിന്നെ ഡെൽറ്റ കഴിഞ്ഞ് പിന്നെ ആൽഫ ആണോ? ഡെൽറ്റ പ്ലസ് ഉണ്ട്. ഡെൽറ്റ കഴിഞ്ഞ് ഡെൽറ്റ പ്ലസ് കഴിഞ്ഞ് സീറ്റ വരുമ്പോൾ സീറ്റയിൽ മാത്രമല്ല ഈ ഡെൽറ്റ പ്ലസിൽ നമുക്ക് 1 ലിറ്റർ ടെർബോ അവൈലബിൾ ആയിട്ടുണ്ട്. അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1147. ഡെൽറ്റ പ്ലസിൽ നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻ വരും. 1.2 വരും, 1 ലിറ്റർ ടെർബോയും വരും. 1 ലിറ്റർ ടെർബോയുടെ പ്രൈസാണ് പറഞ്ഞത് 1147. സീറ്റ വരുമ്പോൾ 1270. ആൽഫ വരുമ്പോൾ 1380. ഓക്കെ, ഇതെല്ലാം മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, ഓട്ടോമാറ്റിക് ആകുമ്പോൾ ജസ്റ്റ് ഒരു 50,000 രൂപ. 50,000 രൂപ ആ റേഞ്ചിലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കിന്റെ ഡിഫറൻസ് വരുന്നത്. അതായത് ഈ 1.2 ലിറ്റർ പറഞ്ഞില്ലേ, അതിന്റെ ഓട്ടോമാറ്റിക് അത് AMT ആ വരുന്നത്. അതിന്റെ ഓട്ടോമാറ്റിക് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഒരു 50,000 രൂപയുടെ ഡിഫറൻസ് ആണ് ഓട്ടോമാറ്റിക് മാനുവൽ വെച്ച് നോക്കുമ്പോൾ. 1 ലിറ്ററിന്റെ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു 1.2 ലാഖിന്റെ ആ ഒരു ഡിഫറൻസ് വ്യത്യാസം വരും. കാരണം നമുക്ക് 1 ലിറ്റർ ടെർബോയിൽ വരുന്ന AT ആ വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ആണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് നമ്മൾ കറണ്ടിൽ ഓടിക്കുന്ന ടോർക്ക് കൺവെർട്ടറാണ്. എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓഫേഴ്സ് നമുക്കിപ്പം നിലവിൽ എക്സ്ചേഞ്ച് ബോണസ് ആണ് വരുന്നത് 10,000 രൂപ എല്ലാ വേരിയന്റിനും. ഓക്കെ, എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഇങ്ങനെ എന്തെങ്കിലും? എടുത്തു പറയത്തക്ക 360 ക്യാമറ പറയാം, വയർലെസ് ചാർജിങ്, ഓക്കെ, കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, സറൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ കണക്റ്റഡ് ടെയിലാമാണ് ബാക്കിൽ വരുന്നത്. നടുക്കും ലൈറ്റ്. അപ്പോൾ സെഗ്മെന്റിലും കോമ്പറ്റീഷനിലും ബാക്കി വണ്ടികളിലെല്ലാം ഉണ്ട്. എന്നാലും
RevLimits യൂസ് ചെയ്യാൻ മാറ്റമല്ല. റിവേഴ്സ് ഇടുമ്പോഴാണ് ഇത് വരുന്നത്. അതിപ്പോൾ 360 വ്യൂ നമ്മൾ ആദ്യം വ്യൂ വെക്കുമ്പോൾ ഇതുപോലത്തെ വ്യൂ ആയിരുന്നു, ഫ്രണ്ട് സൈഡൊക്കെ ആയിരുന്നു. ഓക്കെ. റിവേഴ്സ് ഇടുമ്പോൾ അല്ലാതെ നമുക്ക് ഡെഡിക്കേറ്റഡ് നോക്കാം. റിവേഴ്സ് ഇടുമ്പോൾ റിവേഴ്സ് ക്യാമറ മാത്രം. ഓക്കെ. റിവേഴ്സ് ക്യാമറയും പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് മിററിൽ ഒരു ക്യാമറ ഉണ്ട്, അതും കൂടി ആക്റ്റീവ് ആണ്, ബ്ലൈൻഡ് സ്പോട്ട് കുറയ്ക്കാനായിട്ട്. ഹൈ സ്പീഡ് അല്ലേ ട്രാൻസ്മിഷൻ? 6 സ്പീഡാണ്. സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ടല്ലേ? അതിനാണ് ബാറ്ററിയുടെ ഒരു റീജനറേറ്റീവ്. ഓക്കെ. ബ്രേക്കിംഗ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അതിനാണോ ഈ സീറ്റിന് അടിയിൽ ഒരു ബാറ്ററി ഉള്ളത്? അതെ, കോ ഡ്രൈവർ സീറ്റിന്റെ ബാക്കിൽ ഒരു ലിഥിയം അയൺ ബാറ്ററി. ഡ്യുവൽ ബാറ്ററി സെറ്റപ്പ്. നമ്മുടെ എഞ്ചിന് സപ്പോർട്ടായിട്ട് ഒരു ഇലക്ട്രിക് മോട്ടറും കൂടി വണ്ടിയിലുണ്ട്. ഓക്കെ. എഫിഷ്യൻസി, അതെ, ഒരു ഫ്യൂൽ എഫിഷ്യൻസി കൂടുതലാണ്. ഒരു ഹൈ റവിങ് ടൈമിൽ മോട്ടറും കൂടി ജസ്റ്റ് സപ്പോർട്ട് ചെയ്തോളൂ. ഓക്കെ. എഞ്ചിൻ ഡ്യൂറബിലിറ്റി അനുസരിച്ച് കൂടുകയും ചെയ്യും, മൈലേജ് അനുസരിച്ച്.
വയർലെസ് ആൻഡ്രോയിഡ് അങ്ങനെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം കണക്ട്. ഓക്കെ.